കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ എന്നും സജീവമായ ചർച്ചകൾക്ക് വഴിമരുന്നിടുന്ന മണ്ണാണ് പാലക്കാട്. ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പ് കേവലം ഒരു സീറ്റിലേക്കുള്ള പോരാട്ടമല്ല, മറിച്ച് മുന്നണികളുടെ നിലനിൽപ്പിന്റെ സ്വാധീനത്തിന്റെയും നട്ടെല്ലാണ്. എന്നാൽ പ്രചാരണം കൊട്ടിക്കലാശത്തിലേക്ക് അടുക്കുമ്പോൾ വടക്കന്തറയിൽ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിക്ക് നേരെ ഉണ്ടായ BJP പ്രവർത്തകരുടെ തടയൽ സംഭവം ജനാധിപത്യ കേരളത്തിന് വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാനുള്ള അവകാശത്തെ കായികമായി തടയുന്നത് ഏത് രാഷ്ട്രീയ സാഹചര്യത്തിലായാലും അംഗീകരിക്കാനാവില്ലെന്ന വാദമാണ് ഇപ്പോൾ ശക്തമാവുന്നത്. പാലക്കാട് നഗരസഭയിലെ BJPക്ക് ഏറെ സ്വാധീനമുള്ള മേഖലയാണ് വടക്കന്തറ. ഇവിടെ സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഭാഗമായി എത്തിയതായിരുന്നു രമേശ് പിഷാരടി. വടക്കന്തറ ക്ഷേത്രത്തിന് പുറകുവശത്തുള്ള ചെറിയൊരു ക്ഷേത്രത്തിലേക്ക് വോട്ട് ചോദിക്കാനായി നടന്നു പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ ഒരു സംഘം BJP പ്രവർത്തകർ അദ്ദേഹത്തെ തടഞ്ഞത്. BJP കൗൺസിലർ സിന്ധുരാജിന്റെ നേതൃത്വത്തിലുള്ള വനിതാ പ്രവർത്തകരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. സംഭവത്തെക്കുറിച്ച് രമേശ് പിഷാരടി വിവരിക്കുന്നത് ഇങ്ങനെയാണ്. നടന്നു പോകവേ ഇളം നീല ചുരിദാറിട്ട ഒരു സ്ത്രീ പെട്ടെന്ന് രോക്ഷത്തോടെ കടന്നു വരികയായിരുന്നു. ഇതുവഴി നിങ്ങളെ ആരെയും കടത്തിവിടില്ലെന്നും ഇത് BJPയുടെ ശക്തി കേന്ദ്രമാണെന്നും അവർ ഒച്ച ഉയർത്തി പറഞ്ഞു. BJP കേന്ദ്രമായതുകൊണ്ട് ഇവിടെ വേറെ ആരും വോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ലെന്നായിരുന്നു അവരുടെ നിലപാട്. സ്ത്രീകളായതുകൊണ്ട് തന്നെ താൻ അതീവ ജാഗ്രതയോടെയാണ് പെരുമാറിയതെന്നും എന്നാൽ ഒരു സ്ഥാനാർത്ഥിയെ തടയുന്നത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംഭവം വിവാദമായതോടെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഇതിനെ ന്യായീകരിച്ച് രംഗത്തെത്തി. ഇതൊരു രാഷ്ട്രീയ തടയലല്ലെന്നും മറിച്ച് സ്ത്രീകൾ പിഷാരടിക്കെതിരെ നടത്തിയ സ്വാഭാവികമായ പ്രതിഷേധമാണെന്നുമാണ് ശോഭയുടെ വാദം. രമേശ് പിഷാരടി മുൻപ് നടത്തിയ ചില പരാമർശങ്ങൾ സ്ത്രീവിരുദ്ധമാണെന്ന് ശോഭ ആരോപിക്കുന്നു. സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടാൽ അത് വ്യക്തിപരമായ കാര്യമാണെന്ന് പിഷാരടി പറഞ്ഞത്. വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന സമീപനമാണ് UDF സ്ഥാനാർത്ഥിയുടേത്. ഇതൊരു രീതിയിലും അംഗീകരിക്കാനാവില്ല. അതുകൊണ്ടാണ് അമ്മമാർ അവിടെ പ്രതിഷേധിച്ചത്, ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി. രാഷ്ട്രീയമായ വിയോജിപ്പുകളെ വ്യക്തിപരമായ ആരോപണങ്ങളുമായി ബന്ധിപ്പിച്ച് പ്രതിരോധം തീർക്കാനാണ് BJP ഇവിടെ ശ്രമിക്കുന്നത്. എന്നാൽ ഈ ആരോപണം UDF പൂർണ്ണമായും തള്ളിക്കളയുന്നു. പാലക്കാട്ടെ രാഷ്ട്രീയ പോരാട്ടത്തിൽ BJPയും UDFിനെ ഒരുപോലെ നേരിടുന്ന LDF സ്ഥാനാർത്ഥി NMR റസാഖ് ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടും ഏറെ ശ്രദ്ധേയമാണ്. രാഷ്ട്രീയ വൈരാഗ്യം ഉണ്ടെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ തടയുന്നത് പാലക്കാടിന്റെ സംസ്കാരത്തിന് ചേർന്നതല്ലെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഏതൊരു വ്യക്തിക്കും സ്ഥാനാർത്ഥിത്വം എവിടെയും പോയി വോട്ട് ചോദിക്കാനുള്ള അവകാശമുണ്ട്. രമേശ് പിഷാരടിയെ തടഞ്ഞത് തെറ്റായ നടപടിയാണ്. അദ്ദേഹത്തിന് എന്റെ പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, റസാഖ് പറഞ്ഞു. രാഷ്ട്രീയ എതിരാളിയാണെങ്കിൽ പോലും ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന ഇടതു സ്ഥാനാർത്ഥിയുടെ നിലപാട് സോഷ്യൽ മീഡിയയിൽ വലിയ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട്. തങ്ങളുടെ സ്ഥാനാർത്ഥിയെ തടഞ്ഞതിൽ പ്രകോപിതരായ കോൺഗ്രസ് നേതൃത്വം വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പാലക്കാട് നഗരത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്താനായിരുന്നു പാർട്ടി തീരുമാനം. BJPയുടെ ഫാസിസ്റ്റ് നിലപാടാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നതെന്നും പാലക്കാട് ആരുടെയും കുത്തകയല്ലെന്നും DCC നേതൃത്വം വ്യക്തമാക്കി. നഗരസഭാ ഭരണത്തിന്റെ തണലിൽ ഗുണ്ടായിസം കാണിക്കാനാണ് BJP ശ്രമിക്കുന്നതെന്നും ഇതിന് ബാലറ്റിലൂടെ ജനങ്ങൾ മറുപടി നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നു. വടക്കന്തറയിലെ സംഭവം UDFിന് അനുകൂലമായൊരു സഹതാപ തരംഗം സൃഷ്ടിക്കുമെന്ന കണക്കുകൂട്ടലാണ് പാർട്ടി പ്രവർത്തകർ. ഒരു പ്രദേശത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ സ്വാധീനമുണ്ടെന്ന് കരുതി അവിടെ മറ്റു പാർട്ടികളെ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാട് അപകടകരമായ പ്രവണതയാണ്. പശ്ചിമ ബംഗാളിലും കണ്ണൂരിലുമൊക്കെ മുൻപ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. എന്നാൽ പാലക്കാട് പോലെ സമാധാനപരമായ രാഷ്ട്രീയ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരിടത്ത് ഇത്തരമൊരു സംഭവം ഉണ്ടായത് വോട്ടർമാരെ ചിന്തിപ്പിക്കുന്നു. ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്ന MNR റസാഖിന്റെ വാക്കുകൾ ഇവിടെ ഏറെ പ്രസക്തമാണ്. BJPയുടേതായാലും UDFിൻ്റെതായാലും LDFിൻ്റെതായാലും ഏതൊരു ശക്തി കേന്ദ്രത്തിലും വോട്ട് ചോദിക്കാനുള്ള അവകാശം ഭരണഘടന ഓരോ പൗരനും നൽകുന്നുണ്ട്. അത് തടയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. വടക്കന്തറയിലെ സംഭവം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ സ്വാധീനിക്കാൻ സാധ്യതയുമുണ്ട്. രമേശ് പിഷാരടിയെ തടഞ്ഞതുവഴി തങ്ങൾ ഇരകളാണെന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിന് സാധിക്കും. ഇത് മധ്യവർത്തി വോട്ടർമാരുടെ ഇടയിൽ പിഷാരടിക്ക് അനുകൂലമായ നിലപാട് സൃഷ്ടിച്ചേക്കാം. സ്ത്രീവിരുദ്ധത എന്ന ആരോപണം ഉന്നയിച്ച് സ്ത്രീ വോട്ടർമാരെ പിടിച്ചു നിർത്താനാണ് BJP ശ്രമിക്കുന്നത്. എന്നാൽ കായികമായി തടയുന്ന രീതി സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ BJPക്ക് അവമതിപ്പ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ഈ തർക്കങ്ങളിൽ ഇടപെടാതെ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലൂടെ LDFിന് ഒരു മാന്യമായ പ്രതിച്ഛായ നിർമ്മിക്കാനും സാധിക്കും. വിവിധ ഭാഷകളും സംസ്കാരങ്ങളും മതവിഭാഗങ്ങളും ഇഴചേർന്ന് നിൽക്കുന്ന പാലക്കാടിന് ഇന്ന് മാന്യമായ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. അവിടെ വ്യക്തിഹത്യകളും തടയലുകളും മുൻപ് അധികം ഉണ്ടായിട്ടില്ല. രമേശ് പിഷാരടി ഒരു കലാകാരൻ കൂടിയാണെന്ന പരിഗണന പോലും നൽകാതെ തടഞ്ഞത് ജനങ്ങൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ ആരോപണങ്ങൾ ഉണ്ടാകാം, എന്നാൽ അത് ചർച്ച ചെയ്യേണ്ടത് വേദികളിലാണ്, തെരുവുകളിൽ വെച്ചല്ല. ശോഭാ സുരേന്ദ്രൻ ഉന്നയിക്കുന്ന സ്ത്രീവിരുദ്ധ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ പോലും അതിനുള്ള മറുപടി നൽകേണ്ടത് തിരഞ്ഞെടുപ്പിലൂടെയാണ്. നിയമപരമായ വഴികളിലൂടെയാണ് അത്തരം വിഷയങ്ങൾ നേരിടേണ്ടത്. അല്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ ശാരീരികമായി തടയുന്നത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണ്. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിന് ദിശ നിർണ്ണയിക്കുന്ന ഒന്നാണ്. വടക്കന്തറയിൽ നടന്ന സംഭവം വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്. കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനങ്ങളും BJPയുടെ വിശദീകരണങ്ങളും പാലക്കാട് തെരുവുകളിൽ ചൂട് പിടിപ്പിക്കും. ജനാധിപത്യം എന്നത് വിയോജിക്കാനുള്ള അവകാശമാണ്.
എന്നാൽ ആ വിയോജിപ്പ് അക്രമത്തിലേക്കോ തടയലിലേക്കോ മാറുന്നത് ജനാധിപത്യത്തിന്റെ പരാജയമാണ്. വോട്ട് ചോദിക്കാനുള്ള അവകാശവും വോട്ട് ചെയ്യാനുള്ള അവകാശവും ഒരുപോലെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഏപ്രിൽ 9 നടക്കുന്ന പോളിംഗിൽ പാലക്കാട്ടെ പ്രബുദ്ധരായ വോട്ടർമാർ ഇത്തരം പ്രവണതകളോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് കേരളം ഉറ്റുനോക്കുകയാണ്. പാലക്കാടിന്റെ മതേതര മണ്ണിൽ ഇത്തരം വർഗീയ ഫാസിസ്റ്റ് നീക്കങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ഈ തിരഞ്ഞെടുപ്പ് ഫലം കാരണമാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നു. ആത്യന്തികമായി ജനഹിതമാണ് ജനാധിപത്യത്തിൽ പ്രധാനം. തോക്കുകൾക്കും ആക്രമണങ്ങൾക്കും മുന്നിൽ തളരാതെ പാലക്കാടിന്റെ രാഷ്ട്രീയ വീര്യം ഇത്തവണ തെളിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.